ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഓറ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മൂത്ത ആങ്ങളൻ്റെ രണ്ടാമത്തെ മോളെ കല്യാണമാണ്. നമ്മൾ സ്വന്തം വീട്ടിലെ ഒരു കല്യാണം, ഇത്രയും ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ, അതേപോലെ തന്നെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കല്യാണം ഇപ്പോഴത്തെ ഈ കാലത്ത് ഇത് മാത്രമായിരിക്കും കേട്ടോ. ഇത്തിരി ലളിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇനി ചിലവ് ചുരുക്കാനുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി 2 പാർട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടാവും നമ്മളിടുക. ഞാൻ തന്നെ ഇവളെ മൂത്ത ആളെ കല്യാണത്തിനൊക്കെ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ഷോർട്ട് വീഡിയോൻ്റെ അത്രയേ ലെങ്ത് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ ഫങ്ഷൻ നടത്തിയിട്ടില്ല, നിക്കാഹ് പോലെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നമ്മളവിടുത്തെ പള്ളിയിലോട്ട് ആണുങ്ങൾ വന്നു, അവർ നിക്കാഹ് ചെയ്തു. അതേപോലെ തന്നെ പെണ്ണിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് അവരൊരു വണ്ടിയിൽ 2-3-4 പെണ്ണുങ്ങൾ വന്നു. അവർ പെണ്ണിനെ ഒരുക്കി. എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ഇവർ പള്ളിക്കന്ന് പോരുമ്പോൾ നേരെ ഞങ്ങൾ അവരെ കൂടെ തന്നെ ചെക്കൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. നമ്മളെ വീട്ടിൽ ഒരു ചായ സൽക്കാരം പോലും ഉണ്ടായിട്ടില്ല. അതായത് ഒരു 100 രൂപേൻ്റെ ചിലവ് പോലും നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നമ്മളോട് പറഞ്ഞതായിരുന്നു, അങ്ങനെ വേണ്ട, നിങ്ങളൊരു ഫംഗ്ഷനും വെക്കണ്ട, കാരണം ഞങ്ങൾ പണ്ടൊന്നും ചോദിക്കുന്നില്ല, നമുക്കൊരു പണ്ടം വേണ്ട. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു കല്യാണ ചിലവ് നടത്തി പണ്ടൊക്കെ ഇട്ട് തരാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊരു കല്യാണം വെക്കണത്, അവർ പൈസ തരിക എന്നിട്ട് പണ്ടം മേടിച്ച് തരിക, അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതാക്കണം ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ആയിരുന്നു നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ, ബിരിയാണി, പൊറാട്ട, കുറുമ, അങ്ങനെ ഉള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. നമുക്കുള്ള ഫുഡ് പോലെ അടിപൊളിയാക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ സൽക്കാരം നമ്മളെ വീട്ടിൽ നടത്താം എന്നുള്ളതായിരുന്നു കേട്ടോ അവർ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങളൊരു കല്യാണ ഫംഗ്ഷന് അതിനൊരു വിരുന്ന് അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ കാലത്ത് നമ്മൾ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ആഴ്ച മുന്നേ തുടങ്ങും. ഹൽദി ആയിട്ടും ബ്രൈറ്റ് ടൂബി ആയിട്ടും അങ്ങനെ പല എന്താ പറയുക, അതിന് അരിക്കുത്ത് കല്യാണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടാവും. ഒരുപാട് പൈസക്ക് ചിലവും ആർഭാടമൊക്കെ ഉണ്ടാവും. മൂത്ത ആളുടെ കല്യാണം ഞങ്ങൾ അതേപോലെ സിമ്പിളായിട്ട് തന്നെ ആയിരുന്നു. എന്നാലും ഇതിൽ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ആളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഞങ്ങൾ കൂടുതൽ ആളൊന്നുമില്ല. നമ്മളെ അവിടെ നിന്ന് വരുന്ന അത്യാവശ്യം ഫാമിലി ഉണ്ടാവുമല്ലോ, നമ്മൾ കൊയ്ച്ചാൻ പറ്റാത്ത നമ്മളെ അമ്മമാർ, അമ്മായികൾ, അതേപോലെ എളാപ്പാർ, ഉപ്പാൻ്റെ പെങ്ങന്മാർ, അങ്ങനെ ഉണ്ടല്ലോ, അത്രയും ആളുകളും, അതേപോലെ പെണ്ണിൻ്റെ ഉമ്മ, എൻ്റെ നാത്തുവിൻ്റെ വീട്ടുകാരും, അത്ര കുറച്ച് ആൾക്കാർ മാത്രം കൂടിയിട്ടുള്ളൊരു കല്യാണം. പക്ഷെ അവരെ വീട്ടിൽ അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓൽക്കൊരു ഈവനിങ് പരിപാടിയായിരുന്നു, സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ഈവനിങ് പാർട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പരിപാടി ഒന്നുമില്ല. എന്തായാലും അൽഹംദുലില്ലാ അവളുടെ കല്യാണം കഴിഞ്ഞു. ഫാത്തിമ ഫിദ എന്നാണ് ഓൻ്റെ പേര്, ഫായിസ് എന്നാണ് കേട്ടോ. നമ്മളിവിടെ മഞ്ചേരി കൊരമ്പ ഹോസ്പിറ്റലിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മാഷാ അല്ലാ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവളിപ്പോൾ റാഹത്താണ്, അടിപൊളി ലൈഫാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു.